here we discuss the potential step. That is, here we check what happens when a particle moving in a region of constant potential energy along one dimension and it suddenly moves into a region of different potential energy. But it is also a constant. അപ്പോൾ ഒരു സ്റ്റെപ്പ് പോലെയാണ് പൊട്ടൻഷ്യൽ ആക്ട് ചെയ്യുന്നത്. Okay. So the potential is like a step function. So at a particular point, the potential energy suddenly changes. So here it is at x is equal to 0. So for x less than 0, the potential energy U is 0. For the region x less than 0 and U equal to U0, no? അല്ലെങ്കിൽ U തന്നെ കൊടുക്കാം. For x greater than 0. So one dimensional ആയതുകൊണ്ട് use a function of x alone greater than or equal to 0. At x equal to 0, that sudden change happens. So this is a potential step. അപ്പോൾ ഇത് നമ്മൾ region 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു and this is region 2. And there are two cases for it. That is potential energy step with energy of the particle E is greater than U0. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലെസ് ദാൻ U0 എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്, ഈ ഗ്രേറ്റർ ദാൻ U0 എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. പാർട്ടിക്കിളിന്റെ എനർജി ഇവിടെ ക്വാണ്ടൈസ്ഡ് അല്ല, കാരണം ഇവിടെ ഒരു കൺഫൈൻഡ് പാർട്ടിക്കിൾ അല്ല, പാർട്ടിക്കിളിന് മൂവ് ചെയ്യാം അല്ലേ, ഇവിടെ ഒരു ട്രാപ്പോ ബോക്സോ ഒന്നും വരുന്നില്ല. So particle is not confined, it is free to move from minus infinity to plus infinity. So first of all we discuss the case E greater than E0. The particle has enough energy to cross the barrier. ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കിൾ ഈസിലി റീജിയൻ 2ലേക്ക് എത്തും, അത് കംപ്ലീറ്റ്ലി ട്രാൻസ്മിറ്റഡ് ഇൻ ടു region 2. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കലി അത് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ വി ഹാവ് ടു സോൾവ് ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ region 1 ആൻഡ് region 2. അപ്പോൾ region 1ൽ U0 ആയതുകൊണ്ട് സിംപ്ലി നമുക്ക് ശ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ ഇതിനെ K1 സ്ക്വയർ എന്ന് വിളിക്കുന്നു കേട്ടോ. ടെക്സ്റ്റിൽ K0 എന്നാണ് യൂസ് ചെയ്തത്, നിങ്ങൾക്ക് ഏത് നൊട്ടേഷൻ യൂസ് ചെയ്യാം. റീജിയൻ 1 ആയതുകൊണ്ട് K1 കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷനെ ഞാൻ psi1 എന്ന് വിളിച്ചു. സോ d സ്ക്വയർ psi1 ബൈ dx സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് K1 സ്ക്വയർ psi1 എന്ന് പറയുന്ന ഫോമിലാണ്. സോ psi1 എന്ന് പറയുന്നത് നമുക്കറിയാം, psi1 ക്യാൻ ബി റിട്ടൺ ആസ് a sin k1x പ്ലസ് ബി കൂസ് k1x എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. പക്ഷേ നമുക്കറിയാം ഇത് ട്രാപ്ഡ് പാർട്ടിക്കിൾ അല്ല, അപ്പം നമ്മൾ e⁻ik(x)ന്റെ ടേമിലാണ് എഴുതുന്നത്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് a e⁻ik1x പ്ലസ് b e⁻−ik1x psi2. ഇതുപോലെ തന്നെ റീജിയൻ 2ൽ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇ മൈനസ് യു എന്ന് പറയുന്നത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ യു ആയതുകൊണ്ട് തന്നെ ഇ മൈനസ് യു പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ ശ്രോഡിഞ്ചർ ഇക്വേഷൻ psi2 കാണാൻ എഴുതുമ്പോൾ d സ്ക്വയർ psi2 ബൈ dx സ്ക്വയർ പ്ലസ് 2m ബൈ ക്രോസ് x സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് യു psi2 ഈക്വൽ ടു 0. ഇ ഗ്രേറ്റർ ദാൻ യു ഓർ U0. U0 ആയതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഇതിനെ നമുക്ക് K2 സ്ക്വയർ എന്ന് വിളിക്കാം. ഓക്കെ, ടെക്സ്റ്റിൽ ഇതിനെ K0 എന്നും K1 കേട്ടോ. ഞാൻ റീജിയൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ് K1 K2 എന്ന് നൊട്ടേഷൻ യൂസ് ചെയ്തത്. സോ d സ്ക്വയർ psi2 ബൈ dx സ്ക്വയർ, ഇത് പോസിറ്റീവ് ആണ്, ഇങ്ങനെ വരുമ്പോൾ മൈനസ് K2 സ്ക്വയർ psi2. K2 നിങ്ങൾക്ക് അറിയാം ഇതിന്റെ റൂട്ട് ആയിരിക്കും 2m ബൈ ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് U0. അഗെയിൻ സെയിം ഫോമിൽ തന്നെയാണ്, അവിടെ നമുക്കൊരു ട്രാവലിംഗ് വേവ് ആണ്. സോ psi2 is equal to some c e⁻ik2x plus d e⁻−ik2x, where k2 is root of 2m by cos x square into e minus u0. Okay, and we know that psi1 is defined for x less than 0 and psi2 is defined for x greater than 0. ഇങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് ആണിത്.
അപ്പോൾ ഈ ടു ദി പവർ ik2x എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ്. ഇ ടു ദി പവർ മൈനസ് ik2x എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്. അപ്പോൾ ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോ കൺവെൻഷൻ ഉണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇ ടു ദി പവർ അതായത് നമുക്കൊരു വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ സൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് ഇൻറ്റു ഇ ടു ദി പവർ മൈനസ് ഐ ഒമേഗ ടി അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് വെലോസിറ്റി ഒക്കെ കാണാം. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇത് വരുമ്പോൾ ഇ ടു ദി പവർ ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നാണ് വരിക ഈ ടേമിന്. അതുപോലെ ഇതിന് ഇ ടു ദി പവർ മൈനസ് ഐ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നായിരിക്കും ഈ ടേമിന് വരിക, മൈനസ് കോമൺ ആയിട്ട് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്. അപ്പോൾ ഓരോ ടെക്സ്റ്റിലും ഓരോ കൺവെൻഷൻ ഉണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റിന്റെ കൺവെൻഷൻ അനുസരിച്ച് നമ്മൾ ഇത് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലും ഇത് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലും ട്രാവൽ ചെയ്യും. ഇത് റീജിയൻ 2 നമുക്കറിയാം ഒരു ബൗണ്ട്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു 0 ആണ്. ഇവിടെ വേവ് എത്തിക്കഴിഞ്ഞ് ദർ ഇസ് നത്തിങ് ടു റിഫ്ലക്ട് ദി വേവ്. അപ്പോൾ ഒരു എന്തെങ്കിലും ഒന്ന് റിഫ്ലക്ട് ചെയ്യാനുണ്ടാവുമ്പോഴേ നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ വേവ് ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഇൻഫിനിറ്റി വരെ ഇങ്ങനെ ട്രാവൽ ചെയ്തു പോകും. സോ ദിസ് ടേം ഇസ് ആബ്സെന്റ്, d ഈക്വൽ ടു 0. ഈ റീജിയൻ 1 നോക്കിക്കേ, പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലുണ്ട്, ഈ ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത വേവ് ഉണ്ട്. അപ്പോൾ എയും ബി കമ്പോണന്റും ഉണ്ടാവും. സൈ 1 is equal to a e to the power ik1x plus b e to the power minus ik1x. സോ ഇത് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണ്, ഇൻസിഡന്റ് വേവ് ആണ്. നമ്മൾ ഓൾറെഡി ടണൽ ഇഫക്റ്റിന്റെ കേസിൽ പറഞ്ഞത്. ആൻഡ് ദിസ് ഇസ് റിഫ്ലക്റ്റഡ് വേവ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എ ബി ആൻഡ് സി കണ്ടുപിടിക്കണം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, തമ്മിലുള്ള എ ബി സി തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കാൻ. So for that we have to apply the boundary condition. So at x is equal to 0, the wave function should be equal psi 1 of at x is equal to 0 equal to psi 2 at x is equal to 0. So psi 1 ഇത് വരുമ്പോൾ a into 1 plus b into 1 x 0 ആകുമ്പോൾ a plus b equal to c എന്ന് കിട്ടും. അതുപോലെ ഡെറിവേറ്റീവ്, അപ്പോൾ ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷന്റെ അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓൾസോ ഷുഡ് ബി ഈക്വൽ. x is equal to 0, d psi 1 by dx at x equal to 0 equal to d psi 2 by dx at x is equal to 0. So we get, take the derivative of psi 1 and put x is equal to 0. a into ik1 e to the power ik1x. x 0 ആകുമ്പോൾ ഈ ടേം 1 ആയി. b into minus ik1 e to the power minus ik1x at x is equal to 0. അപ്പോൾ ഈ ടേമും 0 ആയി. c into ik2, അവിടെ k2 ആണ്, e to the power ik2x at x is equal to 0. e to the power terms എല്ലാം 1 ആയി. So we have a ik1a minus ik1b equal to ik2c. I കട്ട് ചെയ്യാം. k1 into a minus b is equal to k2 into c. അപ്പോൾ a minus b കിട്ടും. a minus b is equal to k2 by k1 into c. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്തിട്ട് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എ പ്ലസ് ബി നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, എ പ്ലസ് ബി ഈക്വൽ ടു സി. ഇത് രണ്ടും ഈ ഇക്വേഷന് രണ്ടും സോൾവ് ചെയ്തിട്ട് എയും ബിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. അതുപോലെ ഇതിന്ന് ബി എലിമിനേറ്റ് ചെയ്യാം. ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി എലിമിനേറ്റ് ചെയ്യും, എയും സിയും തമ്മിലുള്ള റിലേഷനും കാണാം. ഈ ഇക്വേഷന് k2 by k1 കൊണ്ട് ഇക്വേഷൻ നമ്പർ 2 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്താൽ ഈ ടേം എലിമിനേറ്റ്. അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ബി ബൈ എ is equal to k1 minus k2 divided by k1 plus k2. Okay, and c by a എന്ന് പറയുന്നത് 2k1 divided by k1 plus k2. ഇനി നമുക്ക് ഈ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റും റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും ഡിഫൈൻ ചെയ്യും. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡുലസ് സൈ ട്രാൻസ്മിറ്റഡ്, അതായത് psi 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ psi 1 പ്ലസ്. പോസിറ്റീവ് ഡിറക്ഷനിലുള്ളതാണ് psi 1 പ്ലസ് കേട്ടോ, കാരണം അത് നമുക്കറിയാം e to the power ik1x എന്ന് പറഞ്ഞിട്ട്. മറ്റത് റിഫ്ലക്റ്റഡ് ആണ്, ഇതാണ് ഇൻസിഡന്റ് വേവ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻറ്റു v1 അതിന്റെ വെലോസിറ്റി വേണം, റീജിയനിലുള്ള 2 by
v1. ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് നേരത്തെ കേസിൽ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്ലസ് സൈൻ ഇട്ടത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിന്റെ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ വെലോസിറ്റിയും ഈ വേവ് നമ്പറും എങ്ങനെ റിലേറ്റഡ് ആണെന്ന് നോക്കാം. നമുക്കറിയാം മൊമെന്റം എന്ന് പറയുന്നത് ക്രോസ് എച്ച് ഇൻറ്റു കെ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. അത് നമ്മൾ മൊമെന്റത്തിന്റെ ടേമിൽ എഴുതുമ്പോൾ പി സ്ക്വയർ ബൈ 2m. ഓക്കെ, അതായത് ഹാഫ് എം വി സ്ക്വയർ ക്രോസ് എച്ച് സ്ക്വയർ കെ സ്ക്വയർ ബൈ 2m. ഓക്കെ, അപ്പോൾ വി സ്ക്വയർ എന്ന് പറയുന്നത് കെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. വി ഈസ് പ്രൊപ്പോർഷണൽ ടു കെ. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറയുന്നത് v2 ബൈ v1 പകരം നമ്മൾ ടി ഈക്വൽ ടു മോഡ് psi2 സ്ക്വയർ. psi2 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം psi2 ഇൻറ്റു psi2 കോൺജുഗേറ്റ് c ടു ദി പവർ ik2x c ടു ദി പവർ മൈനസ് ik2x c സ്ക്വയർ കിട്ടും. അതുപോലെ psi1 പ്ലസിന് a പറയുന്ന ടേമേ ഉള്ളൂ കേട്ടോ. b എന്ന് പറയുന്നത് ഇ ടു ദി പവർ മൈനസ് ik1x എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റഡ് വേവ് ആണ്. ഇൻസിഡന്റ് വേവ് a ടു ദി പവർ ik1x c സ്ക്വയർ ബൈ a സ്ക്വയർ ഇൻറ്റു v2 k2ന് പ്രപ്പോർഷണൽ ആയിരിക്കും v1 k1. ഓക്കെ, ഇൻസിഡന്റ് വേവും ട്രാൻസ്മിറ്റഡ് വേവും ഡിഫറെന്റ് റീജിയൻസിലായതുകൊണ്ടാണ് വെലോസിറ്റി ഡിഫറെന്റ് ആയത് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. റിഫ്ലക്റ്റഡ് വേവ് എന്ന് പറഞ്ഞാൽ ബി ടു ദി പവർ മൈനസ് ik1x ആണ്. അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വി സ്ക്വയർ. ഇൻസിഡന്റ് വേവിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എ സ്ക്വയർ. രണ്ടും റീജിയൻ 1 തന്നെ ആയതുകൊണ്ട് k1 ബൈ k1 വരും. സോ ദീസ് ആർ ദി ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സി ബൈ എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. സി ബൈ എ കിട്ടിയിരിക്കുന്നത് 2k1 ആണ്. അപ്പോൾ 4k1 സ്ക്വയർ ഡിവൈഡഡ് ബൈ k1 പ്ലസ് k2 ഹോൾ സ്ക്വയർ ഇൻറ്റു k2 ബൈ k1. ഓക്കെ, അപ്പോൾ ഈ k1 ഇതും കട്ട് ചെയ്ത് പോയി. 4k1 k2 ഡിവൈഡഡ് ബൈ k1 പ്ലസ് k2 സ്ക്വയർ. ബി സ്ക്വയറിന്റെ വരുന്നത് k1 മൈനസ് k2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ k1 പ്ലസ് k2 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ടി പ്ലസ് ആർ ചെയ്തു നോക്കാം. ട്രാൻസ്മിറ്റഡ് ഇന്റൻസിറ്റി പ്ലസ് റിഫ്ലക്റ്റഡ് ഇന്റൻസിറ്റി. അപ്പോൾ k1 മൈനസ് k2 ഹോൾ സ്ക്വയർ പ്ലസ് 4k1 k2 ഡിവൈഡഡ് ബൈ k1 പ്ലസ് k2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. ഇത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് 2ab പ്ലസ് 4ab എന്ന് പറയുന്ന ഫോമിൽ വന്നു. അപ്പോൾ ഇത് k1 പ്ലസ് k2 ഹോൾ സ്ക്വയറിന്റെ ടേമിലാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആണ്. സോ ടി പ്ലസ് ആർ ഈക്വൽ ടു 1. പ്ലീസ് വെരിഫൈ ദിസ്. അപ്പോൾ ഇത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ലൈറ്റ് ബിറ്റ്വീൻ ടു മീഡിയ ഓഫ് വേരിയബിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ ഫോമിലാണ്. നിങ്ങൾക്കറിയാം ലൈറ്റ് വേവ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് പോകുമ്പോഴുള്ള കണ്ടീഷനാണ് ട്രാൻസ്മിറ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ്. ടോട്ടൽ എന്ന് പറയുന്നത് 1 തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് നോൺ സീറോ ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിൽ ഈ വേവ് കംപ്ലീറ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്തു പോകും, റിഫ്ലക്ഷൻ സീറോ ആയിരുന്നു. ബട്ട് ഇൻ ദി ക്വാണ്ടം മെക്കാനിക്കൽ വേൾഡ് there will be reflection. So a quantum particle will be partially reflected even it has enough energy to propagate the step potential u0. അപ്പോൾ അതിനേക്കാളും ഈ ഗ്രേറ്റർ ദാൻ u0 ആണെങ്കിൽ there is reflection and t plus r is equal to 1. അതുപോലെ നമ്മൾ കണ്ടു c by a എന്ന് പറയുന്നത് 2k1 by k1 plus k2 ആണ്. k1ന്റെ വാല്യൂ നമുക്കറിയാം, k2ന്റെ വാല്യൂ അറിയാം. ഏതായിരിക്കും കൂടുതൽ? ഇവിടെ 2me ആണ്. 2m e മൈനസ് യു. അത് കുറവായിരിക്കും അല്ലേ? k1 ഗ്രേറ്റർ ദാൻ k2. അപ്പോൾ 2k1 എന്ന് പറഞ്ഞാൽ k1 plus k1 divided by k1 plus k2. So numerator is greater than the denominator and therefore c by a is greater than 1. So mod c greater than mod a, amplitude of the transmitted wave is greater than that of the incident wave. അതുപോലെ നമുക്കറിയാം റീജിയൻ 1ൽ കൈനറ്റിക് എനർജി ഇ ആണ്, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. സോ ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി ആയിരിക്കും. റീജിയൻ 2ൽ ഇ മൈനസ് യു ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റീജിയൻ 1ലാണ് കൈനറ്റിക് എനർജി കൂടുതലായതുകൊണ്ട് മൊമെന്റം കൂടുതൽ, കറസ്പോണ്ടിങ് ടു റീജിയൻ 2. And we know that the de Broglie wavelength is inversely proportional to momentum. So we can see that the de Broglie wavelength in region 1 is less than the de Broglie wavelength in region 2. Lambda 1 is less than lambda 2. ഇതാണ് പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് x is equal to 0. So in region 1 both the amplitude and the wavelength are small, but in region 2 the wavelength as well as the amplitude of the wave increases.
Okay, thank you.